ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പച്ചക്കറികൾ എങ്ങനെ ഫ്രിഡ്ജിൽ കേടുവരാതെ സൂക്ഷിക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം തക്കാളി എടുക്കാം. ഈ തക്കാളി അരമണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി തുടച്ച് ജലാംശമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തതാണ് ഈ തക്കാളി. ഇത് നമുക്ക് എങ്ങനെ കേടുവരാതെ ഫ്രിഡ്ജിൽ ഒരു മാസത്തോളമൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ. അതെങ്ങനെയാണെന്ന് നോക്കാം. ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അരമണിക്കൂർ ഉപ്പുവെള്ളത്തിൽ കല്ലുപ്പ് ഇടണം, പൊടിയുപ്പ് പാടില്ല. കല്ലുപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഈ തക്കാളി ഇട്ട് വയ്ക്കുക. മുങ്ങിക്കിടക്കണം, തക്കാളി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് ഈ തക്കാളി നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് ഒന്നുകിൽ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക, ഇല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് ജലാംശം മുഴുവൻ കളഞ്ഞെടുക്കുക. എന്നിട്ട് ഈ തക്കാളി നല്ല അടപ്പുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ആ പാത്രത്തിൻ്റെ അടിയിൽ ആദ്യം ടിഷ്യൂ വിരിക്കണം. ടിഷ്യൂ പേപ്പർ വിരിച്ചതിന് ശേഷം വേണം ഈ തക്കാളി വയ്ക്കാനായിട്ട്. ഇത് എത്ര കാലം, ഏകദേശം ഒരു മാസമൊക്കെ ഫ്രിഡ്ജിലിരുന്നാൽ ഇത് കേടുവരില്ല. നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ. ഇതിൽ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല. നല്ല വൃത്തിയിൽ തുടയ്ക്കുകയും ചെയ്യണം. അതുപോലെ കേടുവന്ന തക്കാളിയൊന്നും ഈ കൂട്ടത്തിൽ വെക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഭാഗം അടിയിലേക്കായിട്ട് വയ്ക്കുക. കണ്ടോ? എല്ലാം ടിഷ്യൂ വിരിച്ച് പാത്രത്തിൽ, ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അല്ലെങ്കിൽ അടപ്പുള്ള എന്ത് പാത്രമായാലും മതി, ആ പാത്രത്തിൽ അടിയിൽ ടിഷ്യൂ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് തക്കാളി വയ്ക്കണം. ഇനി അതിൻ്റെ മുകളിൽ ഈ തക്കാളി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ടിഷ്യൂ വെച്ച് കവർ ചെയ്യണം. ഫുള്ളായിട്ട് കവർ ചെയ്യണം ടിഷ്യൂ കൊണ്ട് തന്നെ. ഇതിപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തു, കണ്ടോ? ഇനി ഇത് അടപ്പ് വെച്ച് നന്നായി അടയ്ക്കുക, ടൈറ്റാക്കി അടയ്ക്കണം. ഇപ്പോൾ ടൈറ്റായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതലും ഇരിക്കും കേടുവരാതെ. തക്കാളി കേടുവന്ന തക്കാളിയിൽ ഉണ്ടാവരുത്, അതുപോലെ ജലാംശം ഉണ്ടാവരുത്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുവരാതെ ഈ തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ട് അപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ടിഷ്യൂ കൊണ്ട് കവർ ചെയ്ത് ടൈറ്റായിട്ട് അടച്ചു വെക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ആവശ്യം വരുമ്പോൾ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ടിഷ്യൂ മുകളിൽ വിരിച്ച് നല്ലപോലെ അടച്ച് എടുത്തു വയ്ക്കണം. ഇത് എത്ര ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ ഫ്രിഡ്ജിലിരുന്നാലും ഒരു കേടും വരില്ല അതിന്. ഇനി അടുത്തത് കറിവേപ്പില വയ്ക്കാൻ ഇതുപോലെ ഒരു അടപ്പ് ടൈറ്റുള്ള ഒരു പാത്രം എടുക്കുക. അതിൽ ഈ കറിവേപ്പില ഇത് ഞാൻ കഴുകി തണലത്ത് വെച്ച് ഉണങ്ങിയെടുത്തതാണ്. വെയിലത്ത് വെച്ച് ഉണങ്ങിയത് വാടിപ്പോകും. നമ്മൾ കഴുകി വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് തണലത്ത് വെച്ച് വിരിച്ച് വെച്ച് അത് ജലാംശം കളഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ കഴുകാതെ വെച്ചാലും കുഴപ്പമില്ല. കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അത് കഴുകണം. കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കറിയിലേക്ക് എടുത്തിടാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കഴുകി നല്ല കാറ്റുള്ള സമയമാണ്, കഴുകി തണലത്ത് വെച്ച് ഉണക്കിയെടുത്തേക്കണ കറിവേപ്പിലയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ ടിഷ്യൂ വിരിക്കുക. എന്നിട്ട് ഈ വേപ്പില ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഉണ്ടോ? ഇത് നിറയെ വയ്ക്കാം. ഇനി ഇതിൽ നമ്മൾ ഇതുപോലെ ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യണം. ഫുള്ളായിട്ട് കണ്ടോ? ഫുള്ളായിട്ട് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യുക. ടിഷ്യൂ നല്ലോണം അമർത്തി വയ്ക്കുക അതിൻ്റെ ഉള്ളിലേക്ക്. ഇങ്ങനെ ടിഷ്യൂ മുകളിൽ വെച്ചതിന് ശേഷം
ടൈറ്റായിട്ട് അടയ്ക്കുക. കണ്ടോ? ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഈ വേപ്പില വാടാതെ ഫ്രിഡ്ജിലിരിക്കും. നമ്മൾ ആവശ്യത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ തുറന്ന് ആവശ്യമുള്ള വേപ്പില എടുത്തിട്ട് ടിഷ്യൂ മുകളിൽ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് നല്ല ടൈറ്റുള്ള അടുപ്പുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഫ്രിഡ്ജിലിരുന്നാലും ഈ വേപ്പില വാടിപ്പോവില്ല. ഇനി അടുത്തത് ഇഞ്ചിയും പച്ചമുളകുമാണ്. ഈ ഇഞ്ചിയും പച്ചമുളകും ഇതും ഞാൻ അരമണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി ജലാംശമൊക്കെ ഉണക്കിയെടുത്തതാണ്. ഇഞ്ചി ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ജലാംശമൊക്കെ ഉണക്കിയെടുത്തതാണ്. ഇഞ്ചി ഉപ്പുവെള്ളത്തിലിട്ടിട്ടില്ല, ഇഞ്ചി നല്ല വൃത്തിയിൽ കഴുകി ഉണക്കിയെടുത്തത്. മുളക് ഞാൻ ഉപ്പുവെള്ളത്തിലിട്ടതാണ്, കല്ലുപ്പ് കലക്കി ആ വെള്ളത്തിലിട്ട് അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് എടുത്ത് തണലത്ത് വെച്ച് മുളക് കൊണ്ടുപോയി വെയിലത്ത് വെക്കരുത്, ഇത് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം, ജലാംശം വറ്റിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നല്ല ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ക്ലോത്ത് കൊണ്ട് ഇതിൻ്റെ ജലാംശം എല്ലാം തുടച്ച് മാറ്റിയെടുത്താലും മതി. ഇനി ഇതെങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ നോക്കാം. ഇതുപോലെ അടപ്പ് ടൈറ്റുള്ള പാത്രം എടുത്തിട്ട് അതിൽ ടിഷ്യൂ വയ്ക്കുക. അടിയിൽ ടിഷ്യൂ നിരത്തി വയ്ക്കുക. ഇതുപോലെ ടിഷ്യൂ വയ്ക്കുക. ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഒരുമിച്ച് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ പാത്രമാണെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ നമുക്കത് വെക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ 2 പാത്രങ്ങളിലായിട്ട് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇത് വലിയ പാത്രമായതുകൊണ്ട് ഒരു പാത്രത്തിൽ തന്നെ 2 സൈഡിലായിട്ട് ഇത് വെക്കാൻ പോവുക. പിന്നെ പച്ചമുളക് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കഴുകി ജലാംശം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഞെട്ടെല്ലാം പൊട്ടിച്ച് കളയണം. ഇതിൻ്റെ ഞെട്ട് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് ചെയ്യരുത്. എല്ലാ ജലാംശം എല്ലാം തുടച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ ഞെട്ടിയെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം ഈ പച്ചമുളക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞെട്ട് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് ചീഞ്ഞു കൊടുക്കും. ഇതിങ്ങനെ ജലാംശം നല്ലപോലെ കളഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ എത്ര നാളിരുന്നാലും ഈ മുളകൊന്നും ഒരു കേടും വരില്ല. ഇതിൻ്റെ കൂടെ ചീഞ്ഞതോ കേട് വന്നതായ മുളകുകളൊന്നും വെക്കരുത്, നല്ല മുളകുകൾ മാത്രം വയ്ക്കുക. വലിയ പാത്രമാണെങ്കിൽ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇഞ്ചിയും പച്ചമുളകും വെക്കാൻ പറ്റും. ചെറിയ പാത്രങ്ങളാണെങ്കിൽ 2 പാത്രം എടുക്കുക. അടുപ്പ് ടൈറ്റുള്ള പാത്രങ്ങളായിരിക്കണം. അതുപോലെ ടിഷ്യൂ വെക്കാൻ മറക്കരുത്, മുളകിൻ്റെ ഞെട്ടി പൊട്ടിച്ച് കളയാനും മറക്കരുത്. ഇനി ഇഞ്ചി വെക്കാൻ നമുക്ക്. ഇഞ്ചി ഇത് ഞാൻ നല്ലപോലെ കഴുകി, ഇത് ഉപ്പുവെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. മുളക് ഉപ്പുവെള്ളത്തിലിടണം. ഇഞ്ചി നല്ലപോലെ കഴുകി ഉണക്കിയെടുത്തതാണ്. ഇതിനി ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിൽ വയ്ക്കാം. ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. ചെറിയ പാത്രങ്ങളാണെങ്കിൽ 2 പാത്രത്തിലാക്കി വയ്ക്കാം. എപ്പോഴും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ കറികൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാത്രം എടുത്ത് തുറന്നാൽ മതി. ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യണം. നന്നായി ടിഷ്യൂ മുകളിൽ കവർ ചെയ്യുക. ഇതിപ്പോൾ നന്നായി കവർ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ഈ പാത്രം ഇതുപോലെ അടച്ചു വയ്ക്കാം. നല്ല ടൈറ്റുള്ള അടപ്പായിരിക്കണം. കണ്ടോ?
ഇങ്ങനെ ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ എടുത്ത് അടുപ്പ് തുറന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അടുപ്പ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം ഇതിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും അത് ടിഷ്യൂ അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് വേണം ഈ പാത്രം അടച്ചു വയ്ക്കാനായിട്ട്. ഇതിങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടില്ല, ചീഞ്ഞു പോവുകയോ കേടുവരുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. എടുത്തിട്ട് തിരിച്ച് വെക്കുമ്പോൾ ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തിട്ട് നല്ലപോലെ ടൈറ്റാക്കി അടച്ചിട്ട് വെക്കാം. ഇതുപോലെ ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലെ കവർ ചെയ്ത് ടിഷ്യൂ ഉപയോഗിക്കണം, അത് മസ്റ്റാണ്. ടിഷ്യൂ ഉപയോഗിച്ച് ഇതുപോലെ സാധനങ്ങൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എത്ര നാൾ നമ്മൾ സൂക്ഷിച്ചാലും ഇത് കേടുവരില്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, അത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട സാധനങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും കല്ലുപ്പ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് കഴുകി വേറെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുത്ത് ഒന്നുകിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക, ഇല്ലെങ്കിൽ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അത് അല്ലെങ്കിൽ നല്ല ടിഷ്യോ വൃത്തിയുള്ള ക്ലോത്തോ ഉപയോഗിച്ച് ജലാംശം മുഴുവൻ തുടച്ച് നീക്കിയതിന് ശേഷം ടൈറ്റുള്ള അടപ്പുള്ള പാത്രങ്ങളിൽ ടിഷ്യൂ പാകിയിട്ട് അതിൻ്റെ മുകളിൽ ഈ സാധനങ്ങൾ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ടിഷ്യൂ പാകിയിട്ട് നല്ലപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സാധനങ്ങൾ, പച്ചക്കറികൾ അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഒരു കേടും വരില്ല. ഒരു മാസം അതിൽ കൂടുതലും നമുക്ക് ഫ്രിഡ്ജിലിരുന്നാൽ ഒരു കേട് വരില്ല. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ അടിയിൽ രേഖപ്പെടുത്തണം. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.